ഞങ്ങൾക്ക് പൂച്ചകളെ ഭയങ്കര പേടിയാ, അതിനെ നേരിടാനാവില്ല. ഇന്ന് പേടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ധൈര്യം കൊണ്ടുവരാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, ഞാൻ റെഡി എന്ന് പറയുന്നതുവരെ നിങ്ങളാരും അറ്റാക്ക് ചെയ്യരുത്. ആഹാ, ഇന്നെല്ലാവരും ലൈനായിട്ട് നിന്നിട്ട് സ്വയം എന്റെ വയറ്റിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. സാധനം എന്താണ്? ആക്രമിക്കൂ. ഞങ്ങളെ കളിയാ പിള്ളേരെ ഓടിച്ചു വിട്ടല്ലോ. ആ തെമ്മാടി പൂച്ച ഓടിയല്ലോ. സൈനികരെ, കുറച്ച് സന്തോഷം കിട്ടിയെന്ന് വെച്ച് നിങ്ങളാരും ഡാൻസ് കളിക്കാനൊന്നും നിൽക്കരുത്. കാരണം ഇപ്പൊ പൂച്ച തിരിച്ചു പോയിരിക്കാം, പക്ഷെ തീർച്ചയായിട്ടും അത് തിരിച്ചു വരും. സൂക്ഷിച്ച്, നിങ്ങളുടെ ടാർഗറ്റ് ഞങ്ങളല്ല, ദേ കാണുന്ന പൂച്ചയാണ്. ഈ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുമിച്ച് നിന്നാൽ ഏതൊരു പൂച്ചയെയും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ്. ശരിയല്ലേ? കാരണം ഒത്തൊരുമയാണ് എല്ലാവരുടെയും ബലം. മോട്ടു പത്ലു, ഞങ്ങളുടെ മേലുള്ള നിങ്ങളുടെ ഈ വിശ്വാസം ഞങ്ങൾക്ക് നല്ല ശക്തി തന്നു. ഇപ്പോൾ ഞങ്ങൾ എന്തിനേയും നേരിടും. നമ്മുടെ കയ്യിൽ ഒട്ടും സമയമില്ല. ആ കറുത്ത പൂച്ച വീണ്ടും വരും, ഉറപ്പാ. അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ അവനെ ട്രാപ്പ് ചെയ്യണം. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ, അതിനെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുക? ഐഡിയ, പാൽപാത്രവും അതിനുശേഷം ഒരു വലയും. ഈ എലികള് ശരിക്കും പറഞ്ഞ ഒരു സിംഹമായി മാറിയല്ല. തിരിച്ചടിച്ചാലും പഠിച്ചുപോയി. മുമ്പ് ഇത് നോക്കുമ്പോ ഇത് വെറും എലി. പക്ഷെ ഇതിന് പുറകിലുള്ള ബുദ്ധിയെ പറ്റി ആലോചിച്ചാൽ അവരുടെ പുറകിൽ ആരോ ഉണ്ട്. തീർച്ചയായിട്ടും ആരോ ഇവരെ ഫൈറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അരെ വാ, പാല്. എലികളുടെ ജീവിതത്തിൽ പാലുണ്ടോ? ഇത്രയും നല്ല രസമുള്ള പാല് ഇവിടെ എങ്ങനെയാ വന്നത്? ഇതായിരിക്കുമോ എലികൾക്ക് ധൈര്യം പകർന്നത്? അവന്മാർ അറിഞ്ഞോണ്ട് വെച്ചതായിരിക്കും. ഇവിടെ തീർച്ചയായിട്ടും ഏതോ ഒരു പ്രശ്നമുണ്ട്. ഈ പൂച്ച എവിടേക്കാ പോകുന്നത്? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് ഈ എലികൾക്ക് ഇത്രയും ധൈര്യം പകർന്നു കൊടുക്കണത് അല്ലേ? ശരി, നമുക്ക് ആദ്യം നോക്കാം നിങ്ങൾക്ക് വഴക്കണം പറ്റുമോ ഇല്ലയോ എന്ന്. മോട്ടുവും പത്ലുവിനെയും നിങ്ങൾ ദ്രോഹിക്കുന്നുവോ? അവനെ വെറുതെ വിടാൻ പാടില്ല. വരൂ, ആക്രമിക്കൂ. അയ്യോ, എന്നെ വിടാൻ. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഞങ്ങളുടെ വളരെ വലിയ നന്ദി. അതെ, ഞങ്ങളെ പ്രശംസിക്കണ്ട, നിങ്ങളുടെ സൈന്യത്തിനെ പ്രശംസിക്കൂ. ഇവരുടെ ധൈര്യം കൊണ്ടാണ് ആ കാലം പൂച്ച പേടിച്ചോടിയത്. ഇനി ഒരിക്കലും ആ പൂച്ച ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങൾക്ക് ഒത്തൊരുമയുണ്ടെങ്കിൽ ബലവും ഉണ്ടാവും.